ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ മൂന്നാമത്തെ മകൻ മെൽവിൻ്റെ സാക്ഷിയാണ് ഞാനിവിടെ പറയുന്നത്. ചെറിയൊരു സാക്ഷ്യം. അവൻ ഡിഗ്രി കഴിഞ്ഞു. അവൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടി. ഒരു 6 മാസം ആയി തോന്നുന്നത് കിട്ടിയിട്ട്. പക്ഷെ അത് ഞങ്ങൾ വീടൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്യുന്ന സമയത്ത്, പണിയുന്ന സമയത്ത് അതെല്ലാം കൂടി എടുത്ത്, പുസ്തകങ്ങളെല്ലാം എടുത്ത് ബാഗിലും ഷെൽഫിലും ഒക്കെ ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവനത് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ആ സംഭവങ്ങളെല്ലാം തുറന്ന് അവന് അതഴിച്ച് എല്ലാം നോക്കി 2-3 പ്രാവശ്യം നോക്കി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവസാനം അവന് ഭയങ്കര വിഷമമായി. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ മാർക്ക് ലിസ്റ്റ് വേണമല്ലോ, അതില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പത്രത്തിൽ കൊടുക്കണം. നമുക്കത് പത്രത്തിൽ കൊടുത്താൽ തന്നെ എത്രയോ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എത്രയോ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളൊക്കെ തന്നെ ഇരിക്കും അത് വരാനായിട്ട്, പിന്നെ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരുപാട് പൈസയും കൊടുക്കേണ്ടി വരും, ക്യാഷ് കൊടുക്കേണ്ടി വരും യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്. 5-6 മാസം ഇങ്ങനെ നീങ്ങി. അതിനിടയ്ക്ക് അവന് അക്കൗണ്ടിൻ്റെ കോഴ്സ് പോയി പാസ്സായി വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അവൻ പറയുന്നുണ്ട്, അമ്മേ പപ്പയോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു, എൻ്റെ ചേട്ടന്മാരോടും പറഞ്ഞു, ഇന്ന പോലെ ഈ മാർക്ക് ലിസ്റ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒരു 3 ആഴ്ചയായി കാണും, 2 ആഴ്ച ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു സമയം കിട്ടായതുകൊണ്ട് അവൻ തിരിച്ചു പോവുക ചെയ്തത്. അപ്പോൾ ഒരു 3 ആഴ്ച മുൻപേ അപ്പം ഞാൻ പറഞ്ഞു, പപ്പയും പറഞ്ഞു, എടാ ഒന്നും കൂടെ നമുക്ക് നോക്കാം, നീ എന്തോ ഡിസിപ്ലിനോട് പറഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവനെ പറഞ്ഞു, എല്ലായിടത്തും നോക്കി, ഇനി കിട്ടാനൊരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മൾ മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബാഗെല്ലാം എടുത്ത് താഴെ വെക്കും, ഞാനും കൂടെ നോക്കാൻ കൂടാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുസ്തകങ്ങളെല്ലാം ഷെൽഫെല്ലാം നോക്കി, പുസ്തകങ്ങൾ എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നോക്കി, എവിടെയും കണ്ടില്ല. പെട്ടിക്കകത്തൊക്കെ നോക്കി. അവസാനം അവൻ കിടക്കുന്ന ബെഡ് ഒന്നും കൂടെ ഒന്ന് ബുക്ക് നോക്കുമ്പോഴത്തേന് ഒരു ഫയലിനകത്ത് ഈ മാർക്ക് ലിസ്റ്റ് മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, കിട്ടിയമ്മേ, പക്ഷെ ഞാനൊരു 100 പ്രാവശ്യം ഞാനിത് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി നീ പറയണം. അപ്പം ഞാൻ ചോദിച്ചു, നീ ഈശോയോട് എന്നാ പറയാൻ പോകുന്നത്? അപ്പം അവൻ എന്നോട് പറഞ്ഞു, ഞാൻ യാഹുവേരെ മന്ദിരത്തിൽ വന്നിട്ട് ഒരു ബുധനാഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച വന്നിട്ട് അവന് സൗകര്യം കിട്ടിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാലും അതൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അവൻ ഇന്ന് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നടത്തി അവൻ തിരിച്ചിതുവരെ വന്നിട്ടില്ല. അതിന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതൊരു പുണ്യാളച്ചനോട് ഈശോ ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി.